അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഒരാളെ സഹായിക്കാൻ പോകുമ്പോൾ വേറൊരുത്തൻ ചോദിക്കുക അവരെങ്ങനെയുണ്ട്. സഹായിക്കാൻ പോകുമ്പോൾ അവന് സഹായിക്കരുത്, ഇന്ന ആളുണ്ട്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മക്കളുണ്ട്, മറിച്ചവരുണ്ട്, അങ്ങനെ തിരിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ കേൾക്കാൻ വേണ്ടി പറയുവാണ്, മനുഷ്യ നിന്റെ കാര്യം പോക്കാണ്, നിന്റെ കാര്യം ഈ ദുനിയാവിൽ വെച്ച് തന്നെ പോക്കാണ്. ഒരാളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ കൊടുക്ക്. അവൻ്റെ വീട്ടിനകത്ത് എന്നെ ഉണ്ടെന്ന് നിനക്കറിയോ? അവനെ തിരിപ്പിക്കല, വരുന്ന ആളെ തിരിപ്പിച്ചു വിടല. അതാരാവട്ടെ, അങ്ങനെ കൊടുക്കരുത്. അല്ലാഹു തആല വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂട്ടരെയാണ്. കാരണം സഹായിക്കാൻ ചെല്ലുമ്പോൾ അവന് സഹായിക്കണ്ട. ഒരു ഭിക്ഷാടന ഒരുത്തൻ നടത്തുന്നുണ്ട്, ചിലർ പറയും അവർക്ക് കൊടുക്കണ്ട, അവർ കള്ളു കുടിക്കുന്നുണ്ട്, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല, നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയ കൊടുക്കുക. വേറെ ഒരാളത്തെ പറയരുത് അവർ കൊടുക്കണ്ടെന്ന് പറയരുത്, തെറ്റായ കാര്യമാണ്. അവന് ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ കിട്ടിയിട്ട് അവൻ പോവുള്ളൂ. അവന് 5 രൂപ 10 രൂപ നീ കൊടുക്കുവാണെങ്കിൽ കൊടുക്ക്, അവർക്ക് കൊടുക്കരുത്. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെ നമ്മൾ പറയരുത്, തെറ്റാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേറൊരു തന്നെ സഹായിക്കാൻ പോകുമ്പോൾ, ഒരാൾ സഹായിക്കാൻ പോകുമ്പോൾ അവനെ അവനെ പിന്മാറ്റലാണ് ഇബിലീസിൻ്റെ പണിയെന്ന് പറയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മതപണ്ഡിതന്മാർ കണ്ടോ, മതപണ്ഡിതന്മാർ കള്ളം പറയുന്നുണ്ടില്ലേ? ഇപ്പം മതപണ്ഡിതന്മാരെ ഏറ്റവും വലിയ കള്ളന്മാർ. ഉംറയ്ക്ക് പോകേണ്ട എത്ര കോടി രൂപ ഓരോ ആൾക്കാർ എത്രയോ പേര് ചേർന്ന് മുക്കിയിട്ടുണ്ട്. ഉംറ ചെയ്ത് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, കൂലിയാണ്, ആനയാണ്, ചേനയാണ്, ഒലക്കര മൂടാണ്, എല്ലാം പറഞ്ഞ് പറ്റിക്കല. ഉംറ ചെയ്താൽ കൂലി കിട്ടുമെന്ന് നിങ്ങൾ ആർക്കാ പറഞ്ഞ? നിങ്ങളുള്ള തെണ്ടിത്തന്നെ ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂലി കിട്ടുമോ? കരക്കാരെ പറ്റിച്ചിട്ട് ഉംറ ചെയ്താൽ നിങ്ങൾക്ക് കൂലി കിട്ടുമോ? എന്നാൽ ഞാൻ രണ്ടുപേരെ വരെ കൊന്നിട്ട് ഞാൻ നാളെ ഉംറയ്ക്ക് പോവാം, എനിക്ക് കൂലി കിട്ടുമോ? അടുത്തവനെ നീ സഹായിക്കാത്തവൻ നീ എങ്ങനെയാടാ ഉംറയ്ക്ക് പോവും? ഇപ്പം വേണ്ട ഉസ്താദന്മാർ എത്ര കോടി രൂപ ഉംറേൻ്റെ പൈസ പറ്റിച്ച് ഓരോ ആൾക്കാരെ പറ്റിച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ്. അത് കുഴപ്പമില്ലല്ലേ, അത് നല്ലതാണ്. എന്നാ ചെയ്യ? സഹോദരന്മാരെ നല്ല ഉസ്താദന്മാരുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഉസ്താദന്മാരുണ്ട്. ആ ഉസ്താദന്മാരെ ചോദിക്കാൻ മടിയാണ്, അവരെ കണ്ട കൊടുക്കൂല. ഇന്ന് ഇഷ്ടംപോലെ ഉസ്താദന്മാർ ഉടുതുണിക്ക് മറുതുണിയല്ല അള്ളാനെ വിശ്വസിച്ച് നടക്കുന്ന ഉസ്താദന്മാരുണ്ട്. 2-3 മാസം 6 മാസം ശമ്പളം കിട്ടാത്ത ഉസ്താദന്മാരുണ്ട്, ചോദിക്കൂല. അവരുടെ അടുത്ത് നിന്ന് ചോദിക്കൂ അവർക്ക്. പക്ഷേ പറഞ്ഞ് പറ്റിക്കുന്ന ഉസ്താദന്മാരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്. ചില തങ്ങന്മാരിറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബിയെ പോലെ ഒരു വ്യാജ നബി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? വ്യാജ നബി വരെ ഇറങ്ങിയിട്ടുണ്ട്, വ്യാജ പണ്ഡിതന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം വ്യാജ മുസ്ലിയാക്കന്മാർ വരെ ഇറങ്ങിയിട്ടുണ്ട്.
വ്യാജ മുസ്ലിയാക്കന്മാർ. അവർ AC കാറിലും വാർക്ക കെട്ടിടത്തിലും കണ്ട പെണ്ണുങ്ങളെ വ്യഭിചരിക്കാനും പോവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പാവപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇപ്പോഴും കൊണ്ടുവന്നേ ദുനിയാവിലുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ പിന്നെ മക്കളെ പോറ്റാൻ പെടുന്ന പാട് അവർക്കറിയാം. മിണ്ടൂല, അള്ളാനെ ഓർത്തവർ മിണ്ടൂല. അവർ പിന്നെ ഒരുപാട് ചക്കര വർത്താനം പറയാൻ പോകില്ല. ഉസ്താദന്മാർ പറയുന്നത് ഉമ്മറയ്ക്ക് പോകണം കേട്ടോ, ഉമ്മറയ്ക്ക് പോകണം, കടം വാച്ചിട്ടോ തെണ്ടി പറക്കിയിട്ടൊക്കെ ഉമ്മറയ്ക്ക് പൊക്കോ. മക്കളത് തെറ്റാണ്. നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ആ മുസ്ലിമോ ഏത് മുസ്ലിം ഹിന്ദുക്കൾ ആരെങ്കിലും സുഖമല്ല കിടക്കുവാണെങ്കിൽ ആ ഉമ്രേൻ്റെ പൈസ അവർക്ക് കൊടുക്കണം. അവരെ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. ഉമ്രയെന്ന് പറഞ്ഞാൽ അതാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഒരു ഉസ്താദന്മാരും പറയുന്നില്ല. ഇപ്പം ഉമ്ര ചെയ്തോ ഹജ്ജിന് വെക്കണം, ഉമ്ര ചെയ്തോളണം. 20 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക് ലാഭമല്ലേ? 20 പേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ കിട്ടൂലേ? ഇതാണ് തട്ടിപ്പാണ് ഇന്നത്തെ. അല്ലാഹു തആല അവർക്ക് വേണ്ടി കയറ് തുറന്നു വിട്ടിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം പിടിക്കും. അസ്രായേൽ നിന്നെ നോക്കിയിരിക്കും പിടിക്കാൻ. നാട്ടിൽ പാവപ്പെട്ട മക്കളുടെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണവും വെച്ചിട്ട് 1500 കോടി രൂപ ഒരു കാക്കാൻ മർച്ചഡീസ് വണ്ടി റോളക്സ് വണ്ടിയിലൊക്കെ കറങ്ങുന്നുണ്ടല്ലേ. നീ ഏത് റോളക്സ് വണ്ടിയിൽ കയറിയിരുന്നാലും നിന്നെ അല്ലാഹു തആല കത്തിച്ച് കളയുമെന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയും. സൂക്ഷിച്ചോ. ആ പാവപ്പെട്ടവരെ മക്കളെ കല്യാണം കഴിച്ച് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി പറക്കി അവിടെ നിന്നെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു. നിന്റെ കാര്യം പോക്കാ. നീ എവിടെ പോയിക്കോ. നീ ഇതൊക്കെ കൊടുത്തിട്ട് എവിടെ കൊണ്ട് സക്കാത്ത് കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടടാവേ പറ. 1500 വീട് വെച്ച് കൊടുത്താലും നിനക്ക് പാവം തരില്ല. കാരണം ഈ പാവങ്ങളെ നിക്കാതെ ഒരു പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു പറഞ്ഞെന്ന് പറട്ടെ, ഒരു പെണ്ണിനെ നിക്കാഹ് കഴിപ്പിച്ച് കഴിക്കുവാണെങ്കിലോ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല തരും. എന്നല്ലേ കട്ടിട്ട് മോട്ടിച്ചിട്ടുമല്ല നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കേണ്ടത്, അർഹതപ്പെട്ട പൈസ കൊണ്ട്. നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അർഹതപ്പെട്ട പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്ക്, അതേപോലെ നോക്ക്. എന്നാലേ നിനക്ക് അള്ളാൻ്റെ കൂലി കിട്ടുള്ളൂ. ഇത് 1500 കോടി രൂപ മുക്കിയിട്ട് നീ എവിടെ കൊണ്ട് വെക്കൂടാ? ഇവരുടെ എല്ലാം പ്രാക്കല്ലേ. പ്രാക്കെന്ന് പറഞ്ഞാൽ കണ്ണുനീരെന്ന് പറഞ്ഞിട്ട് തീയാ വരുന്ന തീ കണ്ണീരെന്ന് പറയും. അല്ലാഹു തആല നിനക്ക് നമ്മളെ ദുആ ചെയ്യില്ല നിനക്ക് അനുകരിക്കാൻ തട്ടും. നിനക്കൊക്കെ നരക ശിക്ഷയാണ്. പട്ടി പോലെയാടി മോനെ, നിനക്കൊക്കെ നരക ശിക്ഷയാണ്. കാരണം നീ അങ്ങനത്തെ തെറ്റാ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് റോളക്സ് വണ്ടി 12 കോടി രൂപ വണ്ടിയിൽ നീ കറങ്ങിയിട്ട് എന്താ കാര്യം? അല്ലാഹുവേ അർഹതപ്പെട്ട ശിക്ഷ അവന് കൊടുക്കണേ റബ്ബേ എന്നാൽ ഞാൻ പറയുള്ളൂ. പെമ്മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ? നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ. ഇന്നത്തെ കാലത്ത് ആരാ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് പറ? കയ്യിൽ കാശ് വേണം. കാശുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു ആൾക്കാർ വരുന്നുള്ളൂ. പോസ്റ്റിൽ ചാരി നിൽക്കുന്നവനും 50 ലക്ഷം വേണം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും വേണം 1 കോടി. ആ ദുനിയാവാണ്. ഒരു കല്യാണം നടത്തണേ കടം വാച്ച് പറക്കിയിട്ട് ഒരു ആടുണ്ടാവും, പോത്തുണ്ടാവും, കോഴി ഉണ്ടാവും. ഇതൊക്കെ വാച്ചിട്ടിട്ട് ചുമ്മാ കളഞ്ഞിട്ട് അങ്ങ് പോവാം. എന്നാൽ ഇവർ അധ്വാനിച്ച പൈസയാണ് ഇത്. കടം വാച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ പൈസയാണെന്നതിൽ കൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല. ചുമ്മാ അതും ഇത് വാച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ നുള്ളി തിന്നിട്ട് ആ എല്ല് പോലും ഒന്ന് തൊടൂല. ഇതെല്ലാം നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് കണക്ക് പറയണം.
അടുത്ത വീഡിയോ കാണാം.